വചനമൊഴി ഫെബ്രുവരി 7. വചനഭാഗം റോമ 13:8-14, ലൂക്കായുടെ സുവിശേഷം 10:25-37. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കാ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്, ഒരു നിയമപണ്ഡിതൻ ഈശോയോട് ചോദിക്കുന്നു, നിത്യജീവൻ ലഭിക്കാൻ താൻ എന്ത് ചെയ്യണം? ഈശോ അവനോട് ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നിയമത്തിൽ പാണ്ഡിത്യമുള്ള അവൻ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരെ സ്നേഹിക്കുക. അവൻ വീണ്ടും ഈശോയോട് ചോദിച്ചു, ആരാണ് എന്റെ അയൽക്കാരൻ? അതിന് മറുപടിയായി ഈശോ പറഞ്ഞ ഉപമയാണ് നല്ല സമറായന്റെ ഉപമ. നിയമം അറിയുന്നവർ മാത്രമായി മാറാതെ നിയമം അനുസരിക്കുന്നവരും ജീവിക്കുന്നവരുമായി മാറുക. അതാണ് നിയമപണ്ഡിതൻ നിയമം പറഞ്ഞു. ഈശോ അതിനുശേഷം ഈ ഉപമയിലൂടെ നിയമത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, നീയും അതുപോലെ പോയി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അറിവിന്റെ തലത്തിൽ നിന്നും അനുഭവത്തിന്റെ തലത്തിലേക്കും പ്രവൃത്തിയുടെ തലത്തിലേക്കും സ്നേഹത്തെ നയിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തോടുള്ള സ്നേഹവും സഹോദരങ്ങളോട് സ്നേഹവും തിയററ്റിക്കലായി നിൽക്കാതെ, താത്വികമായി നിൽക്കാതെ, അനുഭവത്തിന്റെ തലത്തിൽ പ്രവൃത്തിയിലൂടെ ദൈവത്തോടുള്ള കടമകൾ നിർവഹിക്കുന്നതിലൂടെയും സഹോദരങ്ങളോടുള്ള കടമകൾ നിർവഹിക്കുന്നതിലൂടെയും പ്രവൃത്തി തലത്തിൽ സ്നേഹത്തെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കണമെന്നാണ് തിരുവചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നതും സ്നേഹം നിയമത്തിന്റെ പൂർണ്ണതയാണെന്നാണ്. നിയമത്തിന്റെ പൂർണ്ണത സ്നേഹത്തിലേക്കാണ് നയിക്കേണ്ടത്. നിയമത്തെ നിയമത്തിനു വേണ്ടി നിലനിർത്താതെ നിയമത്തെ സ്നേഹത്തിലധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് നയിക്കുവാനായിട്ട് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആദരിക്കും. സ്നേഹമുണ്ടെങ്കിൽ മോഷ്ടിക്കുകയില്ല, കൊല്ലുകയില്ല, വഞ്ചിക്കുകയില്ല. കാരണം സ്നേഹം മറ്റൊരാളെ വേദനിപ്പിക്കുകയില്ല. സ്നേഹം എല്ലാ നിയമങ്ങളും അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. നല്ല സമറായക്കാരനെ പോലെ ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാകാൻ, അപ്രകാരം കടമകൾക്കും അപ്പുറം നന്മ ചെയ്തുകൊണ്ട് സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായി മാറുവാൻ തിരുവചനം നമ്മെ ഇന്ന് പ്രചോദിപ്പിക്കുന്നു. ദൈവവചനത്തെ സ്വീകരിച്ചുകൊണ്ട് പരസ്നേഹത്തിലും ദൈവസ്നേഹത്തിലും ആഴപ്പെടുവാനുള്ള പരിശ്രമം നമുക്ക് നടത്താം. ദൈവത്തിന്റെ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.